സ്വാമിയേ ശരണമയ്യപ്പ. വളരെ ദീർഘകാലത്തെ വ്രതങ്ങൾക്ക് ശേഷം ഒരു അയ്യപ്പ ഭക്തൻ ശബരിമലയിലെത്തുന്നു. പുണ്യമായിരിക്കുന്ന പൂങ്കാവനം മുഴുവൻ നടന്ന് മുൻപോട്ട് പോയി 18-ാം പടി കഴിഞ്ഞ് മുകളിലെത്തുമ്പോൾ ആദ്യം മനസ്സിലുദിക്കുന്ന ആശയം തത്വമസി എന്നുള്ളതാണല്ലോ. തത്വമസി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ മഹാവാക്യങ്ങളിൽ ഒന്നാണ്. 4 മഹാവാക്യം ഒന്നാണ് തത്വമസി. തത് ത്വം അസി, അത് നീയാകുന്നു, അത് നീയാകുന്നു എന്നാണ് അതിനർത്ഥം. തത് ത്വം അസി എന്താണ് അതിനർത്ഥം? അത് എന്ന് പറയുന്നത് എന്താണ്? അത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഏത് ചൈതന്യമാണ് ഉണ്ടായിരുന്നത്, ആ ചൈതന്യം സ്വയം പരിണമിച്ച് പ്രപഞ്ചമായപ്പോൾ ആ ഓരോ പരമാണുവിലും എന്താണോ നിലനിൽക്കുന്നത്, അഥവാ പ്രപഞ്ചം അവസാനിക്കുകയാണെങ്കിൽ അതിശേഷവും നിലനിൽക്കുന്ന എന്താണോ അതാണ് അത് എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്ന സമയത്ത് പരബ്രഹ്മ ചൈതന്യം എന്നാണ് അർത്ഥം. ഈശ്വരൻ എന്ന് തന്നെയാണ് അതിനർത്ഥം. അപ്പോൾ ഈശ്വരൻ നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, നീ തന്നെയാണ് ഈശ്വരൻ, അത് നീ തന്നെയാണ് ഈശ്വരൻ, നീ തന്നെയാണ് എന്നുള്ള അതിനർത്ഥം. അപ്പം നീണ്ടകാലത്തെ തപസ്സുകൊണ്ട് ഏതൊരു സാധകനും നേടിയെടുക്കുന്നത് അതാണ്, എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്. അത് എൻ്റെ ഉള്ളിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൽ ഓരോ പരമാണുവിലും ആ ചൈതന്യമുണ്ട് എന്ന അനുഭവമാണ് ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നത്. അത് എല്ലാവരിലും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാർ സാധനയും തപസ്സും മറ്റു കാര്യങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ ഉയർന്ന തലം അത് ബുദ്ധിപരമായ തലമല്ല, അത് അറിയലല്ല ആവശ്യം, അത് അനുഭവിക്കലാണ്. ആ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ എല്ലാം തൻ്റെ ഭാഗമാണ്. ശിവി ചക്രവർത്തിക്ക് ഒരു പ്രാവിൻ്റെ വേദന പോലും തൻ്റെ വേദനയായിരുന്നു. ആ അവസ്ഥയിലാണ് ഈ പ്രപഞ്ചത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്. ഒരു മനുഷ്യന് തന്നോട് എത്ര സ്നേഹമുണ്ടോ അത്രയും സ്നേഹം ഈ പ്രപഞ്ചത്തിൽ ഓരോ പരമാണുവിനോടും ഓരോ ജീവജാലങ്ങളോടും സസ്യലതാദികളോടും ഉണ്ടാവും. അത് ഒരു ബുദ്ധിപരമായ അറിവുകൊണ്ട് മാത്രം സാധിക്കില്ല, അത് അനുഭവിക്കാൻ കഴിയണം. ആ അനുഭവത്തിലേക്ക് ഉയരണമെങ്കിൽ സാധന ചെയ്യണം. ആ സാധനയുടെ ഭാഗമാണ് അയ്യപ്പ ദർശനം എന്ന് പറയുന്നത്. അതിൽ പൂങ്കാവനത്തെയും എല്ലാറ്റിനെയും തൻ്റെ ഈശ്വരീയമായി കാണണം. ശബരിമലയിൽ പോകുന്ന സാധാരണ ഈ പേട്ട കെട്ടി ഒന്നാമത്തെ കോട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ കാനനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കാനനത്തെ ഇലയിട്ട് ആരാധിക്കുന്നു. ഒരു ഇലയിട്ട് കാനനത്തെ ആരാധിക്കുന്നു എന്നാണ് കാനനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ ഈശ്വരീയതയെ വേർതിരിച്ചറിയാൻ ശ്രമിക്കുന്നു. ഓരോ തുള്ളി ജലത്തിൽ പോലും ഈശ്വരതയുണ്ടെന്ന് അനുഭവിക്കലാണ് ശരിക്കും തത്വമസി എന്ന് പറയുന്നത്. എല്ലാറ്റിനകത്തും, കാട്ടിലും പൂവിലും കായിലും മൃഗങ്ങളിലും എല്ലാറ്റിനകത്തും ഈശ്വരീയത അനുഭവിക്കലാണ് യഥാർത്ഥ ഈശ്വര ദർശനം എന്ന് പറയുന്നത്. അതാണ് വ്രതാനുഷ്ഠാനങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ സമയത്തൊരു സാധകൻ എല്ലാറ്റിനെയും സ്നേഹിക്കാൻ പറ്റും. ആ സ്നേഹിക്കുന്ന സമയത്ത് ഒരു വസ്തുവും മലിനമാവരുത് എന്ന ആത്മാർത്ഥമായ ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി സംരക്ഷണം ആരംഭിക്കുന്നത് അതിനെ പഠിപ്പിക്കേണ്ട ധർമ്മം അയ്യപ്പസ്വാമിമാർക്കുണ്ട്. കാരണം അത് അനുഭവിക്കണം അയ്യപ്പ ധർമ്മത്തിൻ്റെ ലക്ഷ്യം. എല്ലാറ്റിടത്തും ഈശ്വരീയത നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിലും ഈശ്വരീയത നിറഞ്ഞിരിക്കുന്നു, എല്ലായിടത്തും ഈശ്വരീയത നിറഞ്ഞിരിക്കുന്നു എന്ന അനുഭവിക്കാനുള്ള ശ്രമമാണത്. അപ്പോൾ അതുകൊണ്ട് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നാം വ്രതമെടുക്കുന്ന സമയത്ത് ആ വ്രതാനുഷ്ഠാനങ്ങളുടെ ശബരിമല ദർശിക്കുന്ന സമയത്ത് ശബരിമലയും താൻ സഞ്ചരിക്കുന്ന വഴികൾ മുഴുവൻ ശുദ്ധമായി സൂക്ഷിക്കേണ്ടത് അയ്യപ്പൻ്റെ ധർമ്മമാണ്, ഒരു സ്വാമിയുടെ ധർമ്മമാണ്. ആ ധർമ്മം ജീവിതം മുഴുവൻ പുലർത്തുകയും അയ്യപ്പൻ ശബരിമല കാലഘട്ടത്തിൽ മാത്രമല്ല ആ കാലഘട്ടത്തിന് കഴിഞ്ഞും തൻ്റെ ജീവിതം മുഴുവൻ അത് പുലർത്തേണ്ട ധർമ്മമാണ് സ്വാമിമാർക്കുള്ളത് എന്ന ബോധം സ്വാമിമാർക്ക് വേണം. അതാണ് തത്വമസി നമുക്ക് സ്വാംശീകരിക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കുന്ന മാർഗം. സ്വാമിയേ ശരണമയ്യപ്പ.